ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാനേ ഒരു മാസം മുന്നേ ഒരു പെൻ മേക്ക് ഓവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെന്നിൻ്റെ റീഫില്ല് വെച്ചിട്ട് നമുക്ക് വേറൊരു മെത്തേഡിൽ ട്രൈ ചെയ്യാമെന്ന്. ആ മെത്തേഡാണ് ഈ മെത്തേഡ്. ഒന്നുമില്ല, കടയിൽ നിന്ന് ഒരു 5-6 റീഫില്ല് പിടിക്കുക, ആകെ 3 രൂപന്തേ പിന്നെ 2 A4 ഷീറ്റ് നടുമടക്കി വെട്ടിയെടുക്കുക. പെന്നിൻ്റെ മൂടി ഉണ്ടാക്കാൻ വേറൊരു പീസ് കാണാല്ലേ, അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് വരയ്ക്കുക. ടിപ്പ് നമ്പർ 1, എന്ത് വരയ്ക്കുകയാണെങ്കിലും കുഞ്ഞു കുഞ്ഞു ഇത് വരച്ചാൽ മതി. ടിപ്പ് നമ്പർ 2, പേപ്പറിൽ മൊത്തത്തിൽ വരക്കേണ്ട ആവശ്യമില്ല, പകുതിയും വേണ്ട, കാൽഭാഗം വരച്ചാൽ മതി. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യണ പെയിൻറ് ഏതാന്ന്. അക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ. കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്യണ കാരണമാണ് ഇങ്ങനെ വെറൈറ്റി കളേഴ്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡബിൾ സൈഡ് ടേപ്പാണ്. ഇതിലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഗ്ലൂ ആയാലും മതി. ഈ ടേപ്പ് ഇപ്പോൾ എല്ലാ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. പേപ്പർ തിരിച്ചിട്ടിട്ട് വേണം 2 സൈഡിലും ഈ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കാൻ. പിന്നെ വേണ്ടത് റീഫില്ലാണ്. ഒരെൻഡിൽ ആ റീഫില്ലിനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് റോൾ ചെയ്യുമ്പോൾ ലൂസ് ആവാൻ പാടില്ല. പെയിൻ്റ് അടിക്കാത്ത ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് കേട്ടോ റോൾ ചെയ്ത് തുടങ്ങേണ്ടത്. റോൾ ചെയ്ത് മറ്റേ എൻഡിലെത്തിക്കഴിഞ്ഞാൽ അതും ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ പെന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി ഉണ്ടാക്കാം. ഇവിടെ ഡബിൾ സൈഡ് ടേപ്പ് എൻഡിലല്ല, കുറച്ച് നീക്കി ഒട്ടിക്കുക. എന്നിട്ട് പെന്നിൻ്റെ മുകളിൽ കൂടെ റോൾ ചെയ്ത് കൊടുക്കുക. പക്ഷേ മറ്റേ എൻഡിൽ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അതാ പെന്നിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. എന്നിട്ട് പിന്നെ അത് ഫിറ്റിംഗ് ആണോ ഒക്കെ നോക്കുക. അപ്പോൾ പെന്ന് റെഡി ആയിട്ടുണ്ട്. പക്ഷേ 2 സൈഡ് 2 ഹോൾസ് ഉണ്ടായിരിക്കും. അത് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ കുറച്ച് ഫെവിക്കോൾ തേച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് കളയുക. അങ്ങനെ 2 സൈഡും ഹോൾ അടച്ചു കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ, സാധനം സെറ്റാണ്. ഇത് പേപ്പറല്ലേ, അതുകൊണ്ട് ഒരു ഇച്ചിരി മയൊക്കെ വേണം ആ ടോപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ കീറിപ്പോ. ഈ ഒരു പ്രോസസ്സിൽ ബാക്കിയുള്ള എല്ലാ പേജും ചെയ്തെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കർ ഐവറി ഷീറ്റിൽ ഒട്ടിച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ടോപ്പറാക്കിയിട്ട് യൂസ് ചെയ്യാം. എന്താ ലുക്കിലേ കാണാൻ. ഇനി നമുക്കിതിനൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഒരു പെണ്ണെടുക്കുക, ബുക്ക് തുറക്കുക, മൂടി തുറക്കുക, എഴുതി നോക്കുക. സെറ്റാണ്. ഇനിയിപ്പോൾ റീഫില്ല് വാങ്ങാൻ പോകേണ്ടതെന്നാലും കണ്ട കയ്യിലുള്ള പെൻസിൻ്റെ റീഫില്ല് ഊരിയെടുത്തിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ അത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ ലൈക്കും കൂടി ചെയ്തേക്ക്. നോക്കട്ടെ നിങ്ങൾ ആരൊക്കെ ലൈക്ക് ചെയ്യുന്നു.